ഇന്ത്യയിൽ നവംബർ 14-നാണ് ശിശുദിനമായി ആചരിക്കുന്നത്. എന്നാൽ ആഗോള ശിശുദിനം എന്നാണ്? നമ്മുടെ ഇന്ത്യയിൽ നവംബർ 14-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ആഗോള ശിശുദിനം ആഘോഷിക്കുന്നത് എന്നാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നവംബർ 20. നവംബർ 20-നാണ് ആഗോള ശിശുദിനം ആഘോഷിക്കുന്നത്. എന്നാൽ നവംബർ 14-നാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന്? നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന ചാച്ചാജി ജനിച്ചത് എന്നാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ 1889 നവംബർ 14-ന്. നെഹ്റു ജനിച്ച സ്ഥലം ഏത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം ഏത്? ആൻസർ അലഹബാദ്. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി. എന്നാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഇതിൽ ഒരു ചോദ്യം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? അതിൻ്റെ ആൻസറാണ് സ്വരൂപ് റാണി. ആൻസർ മോത്തിലാൽ നെഹ്റു. നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത്? ആൻസർ ലണ്ടൻ. ലണ്ടനിൽ നിന്നാണ് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത്. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ രത്നം. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. അലഹബാദിൻ്റെ പുതിയ പേര് എന്ത്? ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലമായ അലഹബാദിൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ പ്രയാഗ്രാജ്. പ്രയാഗ്രാജ് എന്നാണ് അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേര്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ്? ഉത്തരം ചാച്ചാജി. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? ആൻസർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിന് ഏതു വർഷമാണ് ഭാരതരത്നം നൽകിയത്? ആൻസർ 1955. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര്? ആൻസർ ഇന്ദിരാഗാന്ധി. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? ആൻസർ 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ആൻസർ 1916 ലക്നൗ സമ്മേളനം. നെഹ്റു ക്ലിപ്സ് മിഷനുമായി ഭരണപരിഷ്കാര ചർച്ച നടത്തിയ വർഷം? ആൻസർ 1942. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം? ആൻസർ മണിപ്പൂർ. ഏതു ചൈന പ്രധാനമന്ത്രിയായിട്ടാണ് 1954 പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത്? ആൻസർ ചൗ എൻ ലായ്. ഋതുരാജ് എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇപ്രകാരം വിശേഷിപ്പിച്ചത്? ആൻസർ ഗാന്ധിജി.
ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ്. എത്ര വർഷം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്? ആൻസർ 17 വർഷം, 6 വർഷവും 9 മാസവും. നെഹ്റുവിൻ്റെ ആത്മകഥ. എന്താണ് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്? ആൻസർ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഗാന്ധിയെ പറ്റിയുള്ള നെഹ്റുവിൻ്റെ കൃതിയുടെ പേര് എന്താണ്? ആൻസർ മഹാത്മാഗാന്ധി. നെഹ്റു ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ്? ആൻസർ 1964 മെയ് 27. നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ്? ആൻസർ യമുന. ഇംഗ്ലണ്ടിൽ ഹാരോയിലും കോംബ്രിഡ്ജിലുമായി വിദ്യാഭ്യാസം നേടിയ നെഹ്റു ഏത് തൊഴിലിന് യോഗ്യത നേടിയത്? ആൻസർ അഭിഭാഷകൻ. ഏത് സുപ്രധാന വിഷയത്തിലാണ് നെഹ്റുവും ഗാന്ധിജിയും ഭിന്നിച്ചത്? ആൻസർ ഒരു കാർഷിക സമൂഹമെന്ന നിലയിൽ ഇന്ത്യയുടെ ഭാവി. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ കിസാൻ മാർച്ച് സംഘടിപ്പിച്ച സ്ഥലം? ആൻസർ പരാഗ് പഗട്ട്. ഗവൺമെന്റിനോടും സമ്പദ് വ്യവസ്ഥയോടുമുള്ള സമീപനം രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിനെ സ്വാധീനിച്ച രാഷ്ട്രീയ ചിന്തകന്റെ തത്വചിന്ത ഏതാണ്? ആൻസർ കാൾ മാർക്സ്. ജവഹർലാൽ നെഹ്റു അഖിലേന്ത്യാത്തിനായി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായത് എന്ന്? ആൻസർ 1923. നെഹ്റുവിൻ്റെ രാഷ്ട്രീയ നിലപാടിനെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിച്ച സംഭവം ഏത്? ആൻസർ 1962 ചൈനയുമായുള്ള യുദ്ധം. നെഹ്റു ഗാന്ധിജിയുമായി ചങ്ങാത്തത്തിലായി 1918 ഏത് സ്വാതന്ത്ര്യ ഗ്രൂപ്പിൽ ചേർന്നു? ആൻസർ ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിയെ കണ്ടത് എപ്പോഴാണ്? ആൻസർ 1916. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സെഷന്റെ പ്രസിഡന്റായി ജവഹർലാൽ നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ 1929.